ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. നടൻ കൃഷ്ണകുമാറിനും മകൾ ദിയയ്ക്കുമെതിരെ കേസ്. ദിയയുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരികളുടെ പരാതിയിലാണ് തട്ടിക്കൊണ്ടുപോകലിന് കേസ്. ദിയയുടെ സ്ഥാപനത്തിൽ നിന്ന് QR കോഡിൽ തിരിമറി നടത്തി പണം തട്ടിയതിന് കൃഷ്ണകുമാറിന്റെ പരാതിയിൽ ജീവനക്കാരികൾക്കെതിരെ നേരത്തെ കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ജീവനക്കാർ ഇരുവർക്കുമെതിരെ പരാതി നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി KG കമലേഷ് ചേരുകയാണ്. കമലേഷ്, ആദ്യം കൃഷ്ണകുമാർ പരാതി നൽകുന്നു. മകളുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ അവരെ പറ്റിച്ചു എന്ന പരാതി. പിന്നാലെ ഇവരെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ഈ ജീവനക്കാരികൾ പരാതി കൊടുക്കുന്നു. കൗണ്ടർ കേസാണോ? എന്താണ് ഈ കേസിന്റെ വിശദാംശങ്ങൾ? യെസ്, അതൊരു കൗണ്ടർ കേസ് തന്നെയാണ് അനൂപ്. നമ്മൾ പോലീസിനോട് അന്വേഷിച്ചപ്പോഴും ആ രീതിയിലാണ് മനസ്സിലാക്കുന്നത്. ഈ കവടിയാറിൽ OBOC എന്നുള്ള പേരിൽ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ പേരിൽ ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിലെ ജീവനക്കാർ ഈ QR കോഡ്, ആ സ്ഥാപനത്തിന്റെ QR കോഡ് മാറ്റിയിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് പണം പോകുന്ന രീതിയിലേക്ക് അത് തിരിമറി നടത്തുകയായിരുന്നു. അത് ഓഡിറ്റിൽ കണ്ടെത്തുകയായിരുന്നു. അതിനുശേഷം പിന്നീട് അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് 69 ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടു എന്ന് കണ്ടെത്തുകയും ഇതുവരെ കൃഷ്ണകുമാർ വിളിച്ചു വരുത്തുന്നു, ആ ചർച്ച നടത്തുന്നു. അവർ ആ തെറ്റ് സമ്മതിച്ചു എന്നാണ് കൃഷ്ണകുമാർ നമ്മളോട് പറഞ്ഞത്. പക്ഷേ തെറ്റ് സമ്മതിച്ചപ്പോൾ ഇത് കേസ് കൊടുക്കാതിരിക്കണമെങ്കിൽ പണം നൽകണം എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ അവർ 8 ലക്ഷം രൂപ കൈമാറി എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത്. ബാക്കി പണം പിന്നാലെ തരാം, പക്ഷെ നിങ്ങൾ കേസ് കൊടുക്കരുതെന്ന് ഈ 3 വനിതാ ജീവനക്കാരികളും ഒപ്പം തന്നെ അവർക്കൊപ്പം ഉണ്ടായിരുന്ന ബന്ധുക്കളും പറഞ്ഞു എന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. പക്ഷേ തിരികെ പോയ അവർ തിരിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഇതിന് പിന്നാലെ കൃഷ്ണകുമാറും മകളും മ്യൂസിയം സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയായിരുന്നു. ആ പരാതിയിൽ ഈ ഒരു QR കോഡ് തട്ടിപ്പിൽ ഈ 3 വനിതാ ജീവനക്കാരികൾക്കെതിരെ കേസെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ 3 വനിതാ ജീവനക്കാരികൾ കൃഷ്ണകുമാറിനും ഒപ്പം ദിയയ്ക്കുമെതിരെ പരാതി കൊടുത്തത്. അതിൽ ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധപൂർവ്വം പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചു, പണം ഞങ്ങളുടെ അടുത്ത് വാങ്ങിച്ചു, ബലപ്രയോഗിച്ചു എന്നൊക്കെയുള്ള ആക്ഷേപത്തിലാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. എന്തായാലും കൃഷ്ണകുമാർ പറയുന്നത് ഞങ്ങൾ ഏത് തരത്തിലുള്ള അന്വേഷണം നേരിടാൻ തയ്യാറാണ്, ഇത് കൃത്യമാണ്, അവർ പണം കൈമാറുന്നതിന്റെ അടക്കം എവിഡൻസ്, തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട്, അത് ഞങ്ങളുടെ അടുത്ത് വന്ന് കേസ് കൊടുക്കരുതെന്ന് പറയുന്നതിന്റെ ഒക്കെ എല്ലാ തെളിവുകളും ഉണ്ട് എന്നുള്ളതാണ് കൃഷ്ണകുമാർ തന്നെ തത്സമയം